क्या छोटा, अब्बास के साथ था तो कितना पैसा था, कितनी अच्छी जिंदगी जी रहा था। अभी क्या, दिन भर हरी अन्ना हरी अन्ना हरी अन्ना बोल के हरी अन्ना के पीछे चमचे की तरह घूम रहा है तू। उसमें तेरा क्या फायदा? उसके मरने के पहले कोई तुझे टपका देगा। देख, जैसे अब्बास ने मुदलियार को मारा, तू हरी को मार और उस एरिया का अन्ना बन जा। मैं तेरे साथ हूँ, समझा क्या? बांकिया भाई, आप क्या कहते हैं? मुदलियार बुढ़ा था, लेकिन हरी अन्ना खतरनाक है। घी सीधी उंगली से नहीं निकलती तो टेढ़ी उंगली का इस्तेमाल करो छोटा। കാലം മായ്ക്കാത്തൊന്നുമില്ല മണി. നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, പോയത് എന്റെ പെങ്ങളല്ലേ. ധൈര്യമില്ലെങ്കിൽ മറക്കണം, ഉണ്ടെങ്കിൽ കാരണക്കാരനാരാണ് അവനെ കൊന്നിട്ട് ജയിലിൽ പോകണം. അതാ അന്തസ്. നീ ആരെ പറ്റിയാ പറയുന്നത്? ഞാനായിട്ട് എന്തിനീ? ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. ചോട്ടാ ചോട്ടാ ശങ്കർ എന്നാണ് എൻ്റെ പേര്. ഈ ബോംബെയിൽ ഒരുപാട് ബളാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുത്തരും കീഴ്പ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു. ഹരിയാണനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല. ബാക്കിയുള്ള രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല. റെണ്ടിക്കാനെ കയറിക്കൂടാ, കള്ളവാറ്റിലും ഗ്യാമ്പിളിലും ഇടപെട്ടുകൂടാ. ഒരു സാധാരണ ഹഫ്ത പിടിക്കാൻ പോലും സമ്മതം വേണം. ഇതെങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടുണ്ട് ഇയാൾ പണിക്ക് വരണ്ട. ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും കാണും. ചത്തുപോയ മുതലാരെ കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല. പെണ്ണെന്ന് കേട്ട അറപ്പായിരുന്നു. പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പരസ്യമായി റെണ്ടിക്കാനിലെ തേപിടിച്ചുകളുമായി നിറങ്ങയല്ലേ. പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയെന്നോ പെങ്ങളെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാ അമ്മയ്ക്കും പെങ്ങൾക്കുമാണ് വാങ്ങിച്ചത്. എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇളവൻ കാരണവർ മുമ്പിൽ കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ? ദാ 1 ലക്ഷം കൂടിയുണ്ട്. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ, അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ. ഇത് എൻ്റെ വക നിന്റെ അനിയത്തിക്ക്. പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോകണ്ട. ഏയ് ഇല്ല, തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു. കല്യാണത്തിന് വിളിച്ചിരുത്തി വരട്ടി കിണ്ണം തെറപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലച്ച് എന്നായി പോവും. നീ എന്നാ പോകുന്നത്? ഞാൻ അണ്ണൻ്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. അതേ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി. अन्ना अन्ना अन्ना, तंग आ गई हूं मैं नाम सुन के। क्या कुछ नहीं किया उसने मेरे साथ? हाँ, कमाटीपुरा जो मेरा सपना था, मेरा सपना वो मेरे से छीना। दारू का धंधा मेरा बच गया, दारू का धंधा। और कुछ दिन पहले मेरे भाई को रास्ते पे कुत्ते की तरह मारते हुए लेके गया, वो भी चटनी में। अब मैं चुप नहीं बैठूंगा साला, खत्म कर दो उसे, उसका खानदान तबाह कर दो। उसके आजू बाजू में जो है ना, उससे भी मार डालो। कमाटीपुरा कमाटीपुरा जाओ और जला डालो, कांप उठेगा पूरा शहर। लेकिन ये सब चीज के लिए तुम दोनों मेरे साथ होना चाहिए। അവൻ ഉനക്ക് മറ്റും എനിമില്ല, എനക്കും தான். तो मेरी बात सुनो, जो मैं बोलता हूँ करो। छोटे ने मुझे क्या बोला था पता है क्या? कि उसकी एक ही कमजोरी है, किरण नाम की एक नाचने वाली। उस नाचने वाली को मेरे पास लाओ, फिर देखो। എന്തുവാടാ? ചേച്ചി, എന്താടോ സദ്യ മട്ടമൊക്കെ ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ. നല്ല ആളാ. ഇന്ന് തിരുവോണമല്ലേ? എൻ്റെ വക എല്ലാവർക്കും ഒരു സദ്യ. പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിരംപാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ണിട്ട്. നന്നായി. ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒരു നല്ല നാളുണ്ടാവും. ഇത് വാങ്ങിച്ചോളൂ. എന്താ ഇത്? ഈ ബ്രാഹ്മണരുടെ പട്ടുടുത്ത് കണ്ടു മടുത്തു. ഒരു ഓണപ്പുടവ. ഈ കൊച്ചനിയൻ്റെ വക ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. താ എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ? ഇവിടുത്തെ പെമ്പിള്ളാർക്ക് മുഴുവൻ വാങ്ങിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് സദ്യ. അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു. ശരിയാണ്, അത് ഞാൻ മറന്നു. പുടവ വേണ്ട, അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ഞാൻ കൊടുക്കാം. അതായിക്കോളൂ. എങ്കിലും എന്തെങ്കിലും അവള് പ്രതീക്ഷിക്കും, നിരാശപ്പെടുത്തണ്ട. ശരി, ഇനി ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. ഇതാ വരുന്നു. ഗോപി, ഗോപി, എന്താണ് ഇവനിത് എവിടെ പോയിരിക്കാൻ? നീ ആ ബാന്ദ്രയിലെ ആർക്കെ നായരുടെ കടയിൽ പോയി ഒരു മുണ്ടും നേരിയത് വാങ്ങിച്ചു. കാസിം ഭായിയുടെ ഓട്ടോയിൽ പോക്കോ. കാശുണ്ട് എൻ്റെ? കാശൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ വരെ ഊണുണ്ടെങ്കിലേ.
ഞാൻ ചോട്ടയാ. ബാക്കി സാബിനാണല്ലോ. അർജന്റാ. हाँ बोलो, बाकिया भाई बोल रहा हूँ. साहब, गोविंदनगुटी इधर से बांद्रा को निकला है. अकेला है. उसके पीछे मैं हरियाणा को भी पहुंचाऊंगा. ऐसा मौका कभी नहीं मिलेगा साहब. देखो तुम तुम्हारा काम करो, जो मेरे को करना है वो मैं करूंगा, समझा क्या? ഹരിയണ്ട, ആ ഗോവിന്ദൻകുട്ടി എവിടെ? അവൻ ബാന്ദ്ര വരെ പഠിക്കാൻ. അയ്യോ ചതിച്ചു. എന്താ? ഞാൻ കേട്ടത് ശരിയാണല്ലോ. ഏ? ബാക്കിയുടെ ആളുകൾ അവനെ വളഞ്ഞിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞു? ഇപ്പൊ കാസിം ഭായി ഫോൺ ചെയ്തതാ. അയ്യോ, നീ വേഗം നമ്മുടെ ആളുകളെ കൂട്ടി അങ്ങ് വാ. അതുവരെ ഞാൻ നോക്കിക്കോളാം. ശരി. ആ സൈക്കിളിങ്ങാ.
गोभी छोटा പോയി മോനെ, എല്ലാവരെയും അവർ കൊണ്ടുപോയി. ലൈസൻസുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം വലിച്ചു കയറി കത്തിച്ചിട്ട് പെൺകുട്ടികളെല്ലാം അറസ്റ്റ് ചെയ്തു. ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പലരെയും ഷെൽട്ടർ ഹൗസുകളിൽ പൂട്ടിയിട്ടു. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പിടിച്ചു പറിച്ചിട്ട് ചിലരെല്ലാം എവിടേക്കൊക്കെയോ കൊണ്ടുപോയി. എല്ലാം അമർ ബാക്കിയായും ദൊരയും കൂടി ചെയ്തതാണ്. किरण അവളെയും കൊണ്ടുപോയി. ആരെക്കുറിച്ചും ഒരു വിവരവും ഇല്ല. किरण പറയണം. ரைட் பண்ணி பிடிச்ச பொண்ணுங்களெல்லாம் அவங்க ஊருக்கு அனுப்பிச்சாச்சு. அவங்க எல்லாம் எங்கெங்க போயிருக்காங்கன்னு வெளியில சொல்லக்கூடாதுன்னு கவர்மெண்ட் ஆர்டர் போட்டிருக்கு. छोटा எனக்கு தெரியாது. छोटा लोबो गुड बाय. हेलो बकिया, मेरे पास अब खोने को कुछ नहीं है. किरण को वापस करोगे या नहीं, ये जानने के लिए मैं 20 मिनट बाद फोन करूंगा. அவன்தானா? ஒருத்தன் கொலை பண்ணணும்னு முடிவு எடுத்துட்டான்னா சாவர தவிர வேற வழியே இல்லை. एक तरीका है, वो हमारे पर वार करने से पहले हम उस पर वार करेंगे. நீ நினைக்கிறது ஒண்ணுமே புரியலையே. कॉम्प्रोमाइज, उसको यहाँ पर कॉम्प्रोमाइज के लिए बुलाओ. उसको हमारा सोचने का ढंग सिखाओ. अगर वो हमारे रास्ते पर चलने के लिए तैयार है तो ठीक है, वरना खत्म कर दो उसे. எங்கே எப்படி? कॉम्प्रोमाइज ना मेरे इलाके में होएगा ना उसके इलाके में होएगा. वो अरे वो दादर में जो टी स्टॉल है उसका नाम क्या है? जयलक्ष्मी टी स्टॉल. हाँ, उसको वहां पर बुलाओ और उसको बोलो बिना किसी हथियार के आए. किरण को हम वहीं पर लेके आएंगे, समझा? நம்ம கையில ரிவால்வர் கூட இல்லாமையா? दोराई, मैं बंबई का इतना बड़ा भाई ऐसा ही तो नहीं बनाना. मुझ में कुछ तो होगा. वो टी स्टॉल के बाहर मेरे आदमी हथियार के साथ पूरे तैयारी में होंगे, समझा? वो कॉम्प्रोमाइज करता है तो ठीक है, वरना उसके पहले हम दोनों बाहर जाएंगे और मेरे आदमी अंदर आके उसको
लेकिन दोराई, बंबई की वो पुरानी कहावत याद है कि एक म्यान में दो तलवार नहीं रह सकते? बस कल उसी तरह बंबई में भी या तो बादशाह भाई जिंदा रहेगा या तो फिर हरियाणा। एक चाय ला। मेरा नाम हरि है। हाँ, तुम मुझे हरियाणा बोल सकते हो। अरे जानता हूँ रे, तेरा नाम क्या है? हरी है। चल बैठ, देखो ये छपरी, एक पानी कम चाय मलाई मार के लेके आ, चल देखो। किरण अंगे। ए, उसको क्या पूछ रहा है रे? मेरे को पूछना, मेरे को। वो देख उधर। ये उठना नहीं। இங்கிருந்து நீ கொஞ்சம் அசைஞ்சினா அந்த டாக்ஸி போயிடும். அப்புறம் எந்த காலத்துலயும் நீ அவளை பார்க்க முடியாது. ഞാനെന്താ വേണ്ടത്? ए शाने, तेरे जैसा गुंडा ना बम्बई में बहुत घूमता है क्या? लेकिन उन सबका बाप यानी तेरे भाषा में क्या बोलता है? तंदा ना, वो मैं है अमर बखिया। साला जो अपन से लड़ता है ना, साला कुत्ते की मौत मारा जाता है, समझा क्या? നമ്മൾ വന്നത് ഒരു ഒത്തുതീർപ്പിനാണ്, വഴക്കിടാനല്ല. அந்த காம்ப்ரமைஸை தான் நான் சொல்ல போறேன். எங்களுக்கு காது குத்தி நீ ஜெயிச்சிடலாம்னு நினைக்காத. இந்த பேப்பர்ல கையெழுத்து போடு. எதுக்கு? பாக்கியா சொல்றபடி நீ கேட்டீன்னா எந்த தொந்தரவும் இல்லாம அந்த ஸ்ட்ரீட்டுக்கு நீ தாதாவா இருக்கலாம். इसका मतलब है कि मैं इसका पालतू कुत्ता हूँ। जा जा, किसी और का ढूंढ। अरे तू जा, साला किसी और लड़की को ढूंढ, शादी कर साला उसके साथ। ये लड़की को तू आखिरी बार जिंदा देख रहा है, समझा क्या है? ए हरियाणा, साला ये जो तेरा और मेरा दोस्त है ना, साला उसके तोहफे में इस लड़की का नंगी लाश तेरे पास भेजूंगा, समझा क्या? हिलना नहीं, बाहर निकल। चल हट। സിറ്റിയിൽ മുഴുവൻ അവർ ഹരിയാണനെ തിരയുന്നുണ്ട്. എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ച് ID പോലീസുകാരാണ്. കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ക്യാപ്റ്റന് ഈ സമയത്ത് ഇവിടെ കപ്പൽ ഇറങ്ങാൻ തോന്നിയത് ഭാഗ്യമായി. അയാൾ കൊണ്ടുപോകാൻ ഏറ്റ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. ഗൾഫിലേക്ക് കടന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. എത്രയോ പേർ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചത്താൽ ഇവിടെ കിടന്ന് ചാവും. അങ്ങനെ പറയരുത്. ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും
ഞാൻ കുറെ കണ്ടതാണ്. അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു. പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി. എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെ. എല്ലാം ഉണ്ടാവും. കിരണിനെ കൂടെ കൂട്ടിക്കൂടെ? ഒരു വിവാഹം, ഒരു കുടുംബം, ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ? എല്ലാം നശിച്ചൊരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു. അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു, മലയാളം പഠിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് അറിയേണ്ടത്. മുസ്തഫ, ഇതാ പൂജിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അനുവാദം മാത്രം മതി. വേണ്ട. എന്താ നീ പറയുന്നത്? വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു. ദേവദാസിയാണ് ഞാൻ. എനിക്ക് താലി വാഴില്ല. എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത്. ഒരിക്കൽ എന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുത്തു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല, ഭർത്താവ് പാടില്ല. മതി. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ്. നീ ഒപ്പം ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അനുവദിക്കണം. എൻ്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. നല്ലതേ വരൂ കുട്ടി, നല്ലതേ വരൂ. ഷിപ്പിന് തുറമുഖം വിടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത്. കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും. സ്ഥലം മണിക്കറിയാം. മണി, എൻ്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് നീ അതിങ്ങ് കൊണ്ടുവാ. പ്രിയപ്പെട്ട ഹരിയേട്ടൻ, എന്റെ കാര്യത്തിൽ ഏട്ടൻ ഇനിയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. എളിയ നിലയിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് പണവും പദവിയും ഉണ്ടാവുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കാനിടയില്ല. മനുഷ്യ സ്വഭാവമാണിത്. കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വിധിയാണ്. എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഒരു അപമാനമായി ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ. പോകുന്നു. രാധ. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങളെന്നോ അമ്മയെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? നീ എന്താ താമസിച്ച? അല്പം വളഞ്ഞ വഴിയാ വന്നത്. ആരും ശ്രദ്ധിക്കണ്ടെന്ന് കരുതി. പെട്ടിങ്ങ. ഇങ്ങ വാ. ഈ പണം നിനക്കുള്ളതാണ്. ഇത് വെച്ച് പെങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം. ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും ഉണ്ടാവും. നീയെങ്കിലും രക്ഷപ്പെടണം. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്.
എവിടെ പോയാലും ഹരിയണ്ണൻ എന്റെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം. പോകാം, സമയമായി. വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം. ബോട്ട് അപ്പുറത്ത് വരും, നടന്നോളൂ. സമയമായിട്ടില്ല, ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു. അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു. സാധിച്ചില്ല. പിരിയുന്ന ഈ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. രാധ മരിക്കാൻ കാരണം ശേഖറാണ്. അവർ തമ്മിൽ സ്നേഹമായി. അവൾ അവനെ വിശ്വസിച്ചു. പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു. സത്യം നീ അറിഞ്ഞാൽ, എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീയും കൂടെ നഷ്ടമാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ഒളിച്ചു വെച്ചത്. ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ്. അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, ഒറ്റ കൊടുത്തു. നീ എന്തായി പറയുന്നത്? നീ രക്ഷപ്പെടുന്ന വിവരം ഞാൻ പോലീസിനെ അറിയിച്ചു.